നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച കേസിൽ നിഗൂഢതയേറുന്നു. കേസിൽ ഇടനില നിന്നത് മറ്റൊരു സന്യാസിയാണ് എന്ന് സൂചന. അഭിഭാഷകന് മുൻപ് യുവതി സംസാരിച്ചത് മറ്റൊരു സ്വാമിയുമായാണെന്ന് ശബ്ദരേഖയിൽ വ്യക്തമാണ്. സംഭവ സമയത്ത് പെൺകുട്ടിയും ഗംഗേശാനന്ദയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായി ശബ്ദരേഖയിൽ സൂചനയുണ്ട്. റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. ഗംഗേശാനന്ദയെ രക്ഷിക്കാനായി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പുറത്തുവിട്ട ശബ്ദരേഖയാണ് കേസിനെ കൂടുതൽ നിഗൂഢമാക്കുന്നത്. സ്വാമിയെ രക്ഷിക്കാൻ കേസിൽ ഇടനില നിന്നത് മറ്റൊരു സന്യാസിയാണെന്ന സൂചനയാണ് ശബ്ദരേഖ നൽകുന്നത്. അഭിഭാഷകന് മുൻപ് പെൺകുട്ടിയുമായും ഫോണെടുത്ത പുരുഷനുമായും സംസാരിക്കുന്നത് മറ്റൊരു സ്വാമിയാണ്. യുവതിയും തുടക്കത്തിൽ ഫോണെടുത്ത പുരുഷനും ഇത് സ്ഥിരീകരിക്കുന്നു. രണ്ടുപേരും അഭിഭാഷകന് മുൻപ് സംസാരിച്ചയാളെ സ്വാമി എന്നാണ് വിളിക്കുന്നതെന്ന് ശബ്ദരേഖയിൽ വ്യക്തം. ഒരു മിനിറ്റ് ഒന്ന് സ്വാമി, ഞാൻ ഒന്ന് അങ്ങോട്ട് വിളിക്കാം. അല്ല, അവിടെ കൊടുക്കാവോ? സാറ് തന്നെ സംസാരിക്കും. ആ, ഞാൻ കൊടുക്കാം. ആരെ? രാജേഷ്. ഹലോ മോളെ, ഞാൻ നമ്മുടെ നിനക്കറിയാമല്ലോ അജിത് സാറിനെ അറിയത്തില്ലേ? ശാസ്ത്രമംഗലം അജിത് കുമാറിനെ. ഞാൻ സാറിന്റെ ഓഫീസിലുണ്ട്. സാറിന്റെ കൊടുക്കാം ഞാൻ. നീ സാറിനോട് സംസാരിച്ചിട്ട് വരാം. താനുമായോ അമ്മയുമായോ ഗംഗേശാനന്ദയ്ക്ക് ലൈംഗികമായ ഒരു ബന്ധവുമില്ലെന്ന് യുവതി പറയുമ്പോഴും സ്വാമിയുടെ ബീജം സംഭവ സമയത്ത് പുറത്തു വന്നിരുന്നതായി പെൺകുട്ടി ശബ്ദരേഖയിൽ സമ്മതിക്കുന്നുണ്ട്. ഗംഗേശാനന്ദയെ രക്ഷിക്കാൻ പുറത്തുവിട്ട ശബ്ദരേഖയിലാണ് ഇത്തരം പരാമർശങ്ങളുള്ളതെന്നാണ് കൗതുകരമായ വസ്തുത. ശ്രീകുമാരൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സാമൂഹ്യ നിരീക്ഷകൻ ഫക്രുദ്ദീൻ, രാഹുൽ ഈശ്വർ, ധന്യാരാമൻ, ലാലി വിൻസെന്റ്, സ്വാമി ഭാർഗവറാം തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം ശ്രീ ഫക്രുദ്ദീൻ, ഇതിൽ ആദ്യം തൊട്ടേ ഒരു പെൺകുട്ടി വലിയ ലൈംഗിക പീഡനത്തെ തുടർന്ന് ഒരു സ്വാമിയുടെ ജനനേന്ദ്രിയം ഛേദിച്ചു എന്ന വിഷയത്തിൽ ആ നിലയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊരു കൂട്ടർ, അതല്ല നിയമം കയ്യിലെടുക്കരുത് എന്നുമായി കൂട്ടർ, വലിയ ചർച്ച ആ ഘട്ടത്തിൽ നടന്നിരുന്നു. ഇപ്പോൾ ഒരു സ്വാമി ഇടനില നിന്ന് അഭിഭാഷകൻ, പ്രതിയുടെ അഭിഭാഷകൻ വാദിയായിട്ടുള്ള പരാതിക്കാരിയോട് നേരിട്ട് ടെലിഫോണിൽ സംസാരിച്ച് ഒത്തുതീർപ്പുണ്ടാക്കുന്ന ഒരു 10-20 മിനിറ്റ് നീളുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഈ കേസ് ആകെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? ഇതിൽ നമ്മൾ മുമ്പ് ഇത്തരം ഒരു കാര്യങ്ങൾ, ഈ രീതിയിൽ ഉപജാപങ്ങൾ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ കണ്ടത് നികേഷൊക്കെ തന്നെ ഇന്ത്യാവിഷൻ ഉണ്ടായ സമയത്ത് റജീനയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ആ കേസിന്റെ സത്യം എന്ത് തന്നെ ആയാലും ഒരു സ്ത്രീപീഡനം പോലെയുള്ള അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം പോലെയുള്ള ഒരു വിഷയം, വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം, അതിന്റെ സീരിയസ്നെസ് നഷ്ടപ്പെടുകയും അതോടുകൂടി പൊതുസമൂഹം ചിരിച്ചു തള്ളുന്ന രീതിയിലേക്ക് എത്തിക്കാനും ആ സംഭവ വികാസം കാരണമായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഒരു സന്യാസിയാണ് ഇപ്പൊ ആരോപണ വിധേയനായിട്ടുള്ളത്. സന്യാസം നമുക്കറിയാം, ഭാരത പൈതൃകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സന്യാസം. ഞാൻ ഈ കേസ് വന്ന സമയം തൊട്ട് ഇന്ന് വരെ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇതിന് സത്യം പുറത്തു വരണമെന്നാണ്. കാരണം ഒരു സന്യാസി ഈ രീതിയിൽ പ്രതിക്കൂട്ടിലാവുന്നത് വലിയൊരു പൈതൃകത്തിന് നേരെ തന്നെയുള്ള വലിയൊരു നാണക്കേട്, ആ പൈതൃകത്തിന് ഉള്ള വലിയ നാണക്കേടാണ്, വലിയൊരു ഭീഷണിയാണ്, നമ്മുടെ ട്രഡീഷന്റെ നിലനിൽപ്പിന് തന്നെ വലിയൊരു ഭീഷണിയാണ്. അതുകൊണ്ടാണ് പ്രതിയുടെ അഭിഭാഷകൻ തന്നെ ഈ രീതിയിൽ ഇടപെടുമ്പം അതത്ര ആശ്വാസകരമായി എനിക്ക് തോന്നിയില്ല. കാരണം സ്വാമിജിക്ക് അദ്ദേഹത്തിന്റെ സത്യം തെളിയിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു വേണ്ടത്. ആദ്യം തൊട്ടേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകളുടെ കുരുക്ക് ഒന്നും കൂടി കുരുക്കൊന്നും കൂടി ശക്തമാക്കാൻ ഉതകുന്ന എന്നതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. ശ്രീ ഫക്രുദ്ദീൻ, ദയവായി തുടരുക. ഇപ്പോൾ സ്വാമി ഭാർഗവറാം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഭാർഗവറാം, ജനനേന്ദ്രിയം ഛേദിച്ചു എന്ന വാർത്തയെ തുടർന്ന് പൊതുസമൂഹത്തിൽ സന്യാസിമാരുടെ പേര് വല്ലാതെ കളങ്കപ്പെട്ടിരുന്നു. സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള സന്യാസി സംഘങ്ങളിൽ ഈ ഗംഗേശാനന്ദ സജീവമായിരുന്നു. ഇപ്പോൾ പരാതിക്കാരിയും പ്രതിഭാഗം അഭിഭാഷകനും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ ഇടനിലക്കാരനായി നിൽക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു സന്യാസിയാണ്. എന്താണ് ഇക്കാര്യത്തിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള സന്യാസി സംഘങ്ങൾക്ക് താല്പര്യം? ഈ വിഷയത്തില് മുന്നേ തന്നെ പറഞ്ഞതുപോലെ
ഈ സന്യാസി സംഘങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടാകും. പക്ഷേ സംഘപരിവാർ സംഘടനകളുടെ ഏത് സംഘടനയുടെയും ചുമതല അദ്ദേഹം എടുത്തിട്ടില്ല എന്നുള്ള കാര്യം മുൻപേ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിനകത്തുള്ള ഒരു തിരുത്ത് പറഞ്ഞ് മുന്നോട്ട് പോകാം. മുഖ്യമന്ത്രിയെ കാണാൻ ഹിന്ദു ഐക്യവേദി അധ്യക്ഷനായിരുന്ന അന്ന് കുമ്മനം രാജശേഖരനോടൊപ്പം ഗംഗേശാനന്ദ നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അല്ലേ? അതായത് ആ വിഷയത്തിൽ ഒരു തിരുതൽ എന്റെ ഭാഗത്തുകൂടിയുണ്ട്. നികേഷ് സൂചിപ്പിക്കുന്നത് പോലെയല്ല ആ സംഭവം. മുൻ VS സർക്കാരിന്റെ കാലഘട്ടത്തില് ശ്രീമാൻ G. സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലെ തൃക്കൈക്കാട്ട് മഠത്തിന്റെ ചുമതലയുള്ള ക്ഷേത്രങ്ങളടക്കം 120ഓളം ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു നടപടി ഉണ്ടായി. അത് തൃക്കൈക്കാട്ട് മഠം വിളിച്ചു കൂട്ടിയ സന്യാസിമാരുടെ ഒരു മീറ്റിംഗ് അങ്ങനെ ഒരു ഇടപെടൽ ഗംഗേശാനന്ദ സ്വാമിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുമ്മനശേഖരനുമായി നിൽക്കുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു. അതുകൊണ്ട് സന്യാസി സമൂഹത്തിന് കൈയൊഴിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഗംഗേശാനന്ദയുടെ. അല്ല, തർക്കിക്കണ്ട. നമ്മൾ നേരിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കളുടെ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ തർക്കിക്കല്ലോ. അങ്ങ് പറയുന്നത് പറയുന്നതിന്റെ ഇടയിൽ തന്നെ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അന്ന് സന്യാസിമാരുടെ പ്രതീതി സംഘം എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും തെക്കൻ ജില്ലകളിലുമുള്ള സന്യാസിമാരുടെ ഒരു കൂട്ടായ്മയാണ് മുഖ്യമന്ത്രി കാണാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരുന്നത്. ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഞാൻ അന്ന് ഹിന്ദു ഐക്യവേദിയുടെ ഭാഗമല്ല. അന്ന് കുമ്മനം രാജശേഖരൻ നിങ്ങൾ പറയുന്ന പോലെ ഹിന്ദു ഐക്യയുടെ സംസ്ഥാന അധ്യക്ഷനല്ല, ഹിന്ദു ഐക്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് വിവിധ ആശ്രമങ്ങളിൽ തന്മന ആശ്രമത്തിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിലാണ്, ചട്ടമിൻസാൻ പരമ്പരയുടെ പ്രതിനിധി എന്നുള്ള രീതിയിലാണ് ഗംഗേശാനന്ദ സ്വാമി വന്നത്. അതുപോലെ തന്നെ അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇപ്പോ ഒരു സന്യാസി ഇടം നിലനിൽക്കുന്നു. താങ്കൾ ആ ടെലിഫോൺ സംഭാഷണം ശബ്ദരേഖ കേട്ടോ സ്വാമി ഭാർഗവ? ഞാൻ ശബ്ദരേഖ കേട്ടു. ഈ വിഷയത്തിൽ ബാഹ്യമായിട്ടുള്ള യാതൊരു ഇടപെടലിന്റെയും ആവശ്യമില്ല. പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് അന്ന് സംസാരിച്ചത്. പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണം. പെൺകുട്ടിയെ ചതിച്ചത് പോലീസുകാരാണ് എങ്കിൽ പോലീസുകാർക്കെതിരെയുള്ള നടപടി വേണം. അല്ല, സ്വാമിയുടെ മെറിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വാമി ഭാർഗവറാം, എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. ഒരു സന്യാസി ഈ പെൺകുട്ടി നിൽക്കുന്ന വീട്ടിൽ, താമസിക്കുന്ന വീട്ടിലെ ഒരാളുടെ ടെലിഫോണിൽ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നു, ഞാൻ അഭിഭാഷകന് ഈ പെൺകുട്ടിയെ കാണണം എന്ന്. എങ്ങനെയാണത് കാണാൻ കഴിയുക? പ്രതിയുടെ, അതായത് ഗംഗേശാനന്ദ സ്വാമിയുടെ അഭിഭാഷകനാണ് ഈ സ്വാമി കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അഭിഭാഷകൻ. ആ ആൾക്ക് പരാതിക്കാരിയായ പെൺകുട്ടിയെ കാണണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അത് സ്വാഭാവികമല്ല, ഒന്ന്. രണ്ട്, ഇനി ഈ സ്വാമി നേരിട്ട് ഈ അഭിഭാഷകന് ഫോൺ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഫോണിൽ പെൺകുട്ടിയുമായി അയാൾ സംസാരിക്കുന്നു, അഭിഭാഷകൻ സംസാരിക്കുന്നു. എല്ലാ ചോദ്യങ്ങളും താങ്കൾ കേട്ടു എന്നുള്ളത് വളരെ ഉചിതമായി തോന്നുന്നു ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ. എല്ലാ സംഭാഷണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അഭിഭാഷകൻ ലോഡഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അങ്ങനെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പെൺകുട്ടി സ്വാമിയുമായി താൻ അന്ന് രാത്രി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ഈ സംഭാഷണത്തിൻ്റെ ഉപോൽപ്പന്നമായ കത്ത് പുറത്തേക്ക് വരികയാണ്. ആ കത്തിൽ പക്ഷേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി കാണുന്നില്ല. എല്ലാ സൂചനകളും ഈ സ്വാമി, രണ്ട് കത്തും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എങ്കിൽ പോലും എല്ലാ സൂചനകളും യഥാർത്ഥത്തിൽ ഈ സ്വാമിയെ രക്ഷപ്പെടുത്തുന്നതിനാണ്. അതിന് ഒരു സ്വാമി ഇടനില നിന്നിട്ടുണ്ട്. അതാര്? അല്ല, ഈ വിഷയത്തില് അത് ആര് എന്നുള്ളത് പിന്നെ ആ അത്തരത്തിലുള്ള രേഖകൾ പുറത്തുവിട്ട ആൾക്കാർ സ്വാമി എന്നോട് ചോദ്യത്തിന് മറുപടി പറയൂ. ആരാ സ്വാമി? അല്ല, ആരാ സ്വാമി എന്നുള്ള ആരാണോ ആ വോയിസ് വെളിയിൽ വിട്ടത്, ആ വോയിസ് വെളിയിലിട്ടവർ പറയണ്ട. അല്ലാതെ ഞാൻ ഏതെങ്കിലും ശബ്ദം തെറ്റി ഇന്ന ആളാണ് സ്വാമി എന്ന് പറയാം. ഇന്ന ആളാണ് എന്ന് പറയാൻ താങ്കൾ തയ്യാറല്ല എങ്കിൽ ഇങ്ങനെ ഒരു ശ്രമം നടത്തേണ്ടതുണ്ട്. നമുക്ക് വലിയ അപമാനം വരുത്തി വെച്ചിരിക്കുന്നു ഗംഗേശാനന്ദ സ്വാമി. ആ അപമാനത്തിൽ നിന്ന് നമുക്ക് മോചിതമാകാൻ വേണ്ടി ഈ തരത്തിലൊരു ശ്രമം നടത്തണം എന്ന് സന്യാസി സമൂഹം തീരുമാനിച്ചിട്ടുണ്ടോ? സന്യാസി സംഘം തീരുമാനിച്ചിട്ടുണ്ടോ? ഇതിനൊക്കെ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ വളരെ കർക്കശമായിട്ട് നിയമവിധേയമായിട്ടുള്ള നടപടികൾ വേണം എന്നുള്ളത് തന്നെയാണ് എന്റെ. അത് പിന്നാലെ വരും. ഒന്ന്, ഒരു പ്രതിയായിട്ടുള്ള ആളുടെ അഭിഭാഷകൻ പരാതിക്കാരിയായ പെൺകുട്ടിയോട് ഈ തരത്തിൽ ലോഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടുണ്ടോ? അത് ധാർമ്മിക എന്നുള്ള നിലയിൽ നിയമപരമായി ശരിയാണോ എന്നുള്ളത് ഒന്ന് നിൽക്കുന്നു. രണ്ട്, ഇങ്ങനെ ഒരു ഇടനില നിന്ന സന്യാസിയുടെ ഉദ്ദേശം എന്താണ് എന്നെ സംബന്ധിച്ചൊക്കെ നിയമപരമായ പരിശോധന നടത്തും. പക്ഷേ എൻ്റെ ചോദ്യം സ്വാമി ഭാർഗവറാം, താങ്കളോട് അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ എന്നാണ്.
ഇല്ല, ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞല്ലോ, സംഘപരിവാറിന്റെ ബേർഡൻ അല്ല, അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ ബേർഡൻ അല്ല ഇത്തരത്തിലൊരു കേസ് എന്ന് പറയുന്നത്. ഇത് അവകാശവാദം അവിടെ നിൽക്കട്ടെ. ധന്യരാമൻ, ശ്രീമതി ധന്യരാമനൊക്കെ ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഇടപെട്ടതാണെന്നാണ് കേട്ടിട്ടുള്ളത്. എനിക്ക് നേരിട്ട് അറിവില്ല. എന്താണ് ഈ പെൺകുട്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ? ഇന്നലെ പുറത്തു വന്ന കത്തിൽ പറയുന്നത്, കത്തിൽ പുറത്തു വരുന്നത് മറ്റൊരാൾ എന്നെ നിർബന്ധിച്ചു, എൻ്റെ തലയിലേക്ക് സ്വാമിക്കെതിരായിട്ടുള്ള വിരോധം ഇടിച്ചു കയറ്റി 2 ദിവസം മുമ്പ് കത്തി തന്നു. ഞാൻ അന്ന് രാത്രി സ്വാമിയുമായി മുറിയിലേക്ക് ചെന്നു, എന്നിട്ട് ലൈംഗികമായി സ്വാമിയെ പ്രീണിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇരുട്ടിലൊന്ന് വീശി. അപ്പോൾ ജനനേന്ദ്രിയം ഛേദിക്കപ്പെട്ടു എന്നൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടാകും, ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ട് പോയിട്ടുണ്ടാകും എന്ന് പിന്നീട് മനസ്സിലാക്കി എന്നൊക്കെയാണ്. ഈ നിലയിൽ ഉള്ള ഒരു മൊഴി മാറ്റത്തിൻ്റെ കാരണം എന്താണ്? ശരിക്കും ഇത് ശക്തമായിട്ടുള്ള ബാഹ്യ ഇടപെടൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാകും. കാരണം ഈ സംഭവം നടന്നതിൻ്റെ മണിക്കൂറുകൾക്ക് ശേഷം, ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ പിന്നെ ഇതുപോലെ ഒരു കുട്ടി ഇതുപോലെ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവളുടെ സാമൂഹ്യ സാമ്പത്തിക അല്ലെങ്കിൽ പശ്ചാത്തലം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കമ്മീഷണറുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ആ കുട്ടിയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ സാർ എനിക്ക് കാണാൻ പെർമിഷൻ തന്നു. ഞാനും ഭാഗ്യലക്ഷ്മി ചേച്ചിയും കൂടെയാണ് പോയിട്ട് പേട്ട പോലീസ് സ്റ്റേഷനിൽ കുട്ടിയെ കാണുന്നതും. ഞങ്ങൾ 2-3 മണിക്കൂർ അവിടെ ആ കുട്ടിയുടെ അടുത്ത് ചെലവഴിച്ചിരുന്നു. അന്ന് ആ കുട്ടി പറഞ്ഞത് 15 വയസ്സിൽ ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ഞങ്ങൾ എത്തിയ സമയത്ത് ഇവര് മെഡിക്കൽ കോളേജ് 2 വനിതാ പോലീസുകാർ ഒരു ഓട്ടോറിക്ഷയിൽ ഇവളെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ തിരിച്ചൊരു 2:45 ആയപ്പോൾ വന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ ഉച്ചയ്ക്ക് 1-2 മണിക്കൂർ ഞാനും ഭാഗ്യലക്ഷ്മി ചേച്ചി ആ പെൺകുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഒരു മുറിയിൽ അവളുടെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടിക്ക് അമ്മേൻ്റെ അടുത്ത് തീരെ ഇഷ്ടമില്ലായിരുന്നു. അവൾ പറഞ്ഞു ഈ അമ്മേനെ ഒന്ന് ഈ മുറിയിൽ നിന്ന് പുറത്തിറക്കണം, ആ സ്ത്രീൻ്റെ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വനിതാ പോലീസുകാർ ആ അമ്മേനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ആ പെൺകുട്ടി സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവൾ ഞങ്ങളടുത്ത് പറഞ്ഞത് 15-10 വയസ്സിൽ തൊട്ടാണ് ഈ സ്വാമി എന്നെ ആദ്യം റേപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ മനസ്സിൽ കരുതി കൊണ്ട് നടന്ന ഒരു കാര്യമാണ്, എല്ലാ റേപ്പ് കേസിലെ പോലെയും പ്രതികൾ രക്ഷപ്പെടരുത് എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് LLB 4th ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പൊ കൃത്യമായും വ്യക്തമായും പ്ലാൻ ചെയ്താണ് ഈ കുട്ടി ഇത് ചെയ്തത് എന്നുള്ളത് യാതൊരു സംശയമില്ല എന്ന് തന്നെയാണ് ഞങ്ങളോട് ഉറച്ചു പറഞ്ഞത്. ചൂണ്ടിക്കാണിച്ചില്ലേ, പോലീസ് ഓറൽ മെഡിക്കൽ പരിശോധന എടുക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ പരിശോധനകൾ എടുക്കുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ മൊഴി പലതവണ മാറ്റി എഴുതുകയാണ്. ഓരോ പോലീസ് ഉദ്യോഗസ്ഥൻ വരുമ്പോഴും ഓരോ തരത്തിൽ പോസ്കോ ചേർക്കണം എന്ന് വരുമ്പോൾ പോസ്കോ ചേർക്കുന്നു, പുതിയൊരാൾ വന്ന് വേറൊരു കാര്യം ആഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വേറൊരാൾ വരുന്നു. അങ്ങനെ നിരവധി തവണ മൊഴി മാറ്റിയെടുക്കുകയാണ്. ഈ പെൺകുട്ടി പറയുന്നത് ആ പെൺകുട്ടിക്ക് മലയാളം എഴുതിയത് കണ്ടാൽ വായിക്കാൻ അറിയില്ല, കയ്യക്ഷരത്തിൽ മലയാളം വായിക്കാൻ അറിയില്ല എന്നാണ്. അപ്പോൾ അത് വായിച്ചു നോക്കാനുള്ള കഴിവില്ല. എനിക്ക് മറ്റാരെങ്കിലും ഈ പറയുന്ന മൊഴി വായിച്ചു തരണമേ എന്ന് പോലീസുകാരോട് പറഞ്ഞു. പക്ഷെ അവരൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ മൊഴിയിൽ താൻ ഉറച്ചു നിൽക്കുന്നില്ല എന്നാണ് പെൺകുട്ടി ഈ അഭിഭാഷകൻ അയച്ച കത്തിൽ പറയുന്നത്. ഇപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കാരണം അന്ന് ഈ പെൺകുട്ടി ഞങ്ങളടുത്ത് പറഞ്ഞത് ഇങ്ങനെയൊന്നുമല്ല. ഇന്ന് ഈ കുട്ടീൻ്റെ ഈ ശബ്ദരേഖ കേൾക്കുമ്പോൾ ഞാൻ ആകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം അത്രയും തന്നെ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവളെ പോലെ ശക്തിയായിട്ടുള്ള ഒരു പെൺകുട്ടി അത് തിരുത്തി പറയുകയുള്ളൂ. കാരണം അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആദ്യമേ തുടക്കത്തിൽ ഈ പെൺകുട്ടിക്ക് അവളുടെ അമ്മയുടെ നിന്ന് യാതൊരു സപ്പോർട്ടും കിട്ടിയില്ല എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് അമ്മേൻ്റെ അടുത്ത് ഭയങ്കര വെറുപ്പായതുകൊണ്ട് തന്നെ അവര് പിന്നെ അമ്മേനെ അടുപ്പിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അവള് ഈ അമ്മയോട് ഞങ്ങൾ സംസാരിക്കാൻ നേരത്ത് അമ്മയും ഞങ്ങൾക്ക് അധികം മുഖം തന്നില്ല സംസാരിക്കാൻ. അവരെ കാണുമ്പോൾ തന്നെ എന്താണ് എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെയാണ് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. പോലീസുകാരെ കൃത്യമായി ഇവൾ എങ്ങനെയാണ് ലിംഗം ഛേദിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് FIR-ൽ പറയുന്നുണ്ട്. ലിംഗം ഛേദിച്ചതിന് ശേഷം ഇവൾ ആദ്യം പുറത്ത് ഓടിപ്പോയിട്ട് ആദ്യം കൺട്രോൾ റൂമിലെ പോലീസുകാരെയാണ് വിളിക്കുന്നത്. അവർ ഓടി വന്ന് അവർ തന്നെയാണ് ഈ കത്തി ഇവളുടെ വിരലടയാളം തന്നെ ശേഖരിച്ചിട്ടുണ്ട്, കത്തിയും ശേഖരിച്ചിട്ടുണ്ട്, ഇവളുടെ വിരലടയാളം ശേഖരിച്ചിട്ടുണ്ട്, ഇവളുടെയും സ്വാമിയുടെയും ഫോൺ എല്ലാം തന്നെ ഇവർ പോലീസുകാർ കോടതിയിൽ ഹാജരാക്കി. അത് FSL-ലാണ്, ഫോറൻസിക് ലാബിൽ അതിന് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പിന്നെ ഈ മൊഴിയുടെ ഒക്കെ വീഡിയോ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഈ പെൺകുട്ടി ഇപ്പോഴത്തെ ഈ
ഇത്രയും ശക്തമായിട്ട് ഒരു കേസിൽ ആ പെൺകുട്ടി ഉറച്ചു നിന്നിട്ട് ഇപ്പം ഈ ഇത്രമാത്രം മാറണമെങ്കിൽ അത്രമാത്രം പ്രഷർ ആ പെൺകുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. വെറുതെ അങ്ങനെ ഒരു പെൺകുട്ടി അങ്ങനെ മാറില്ല. വിൻസെന്റ് ഒരു പ്രോസിക്യൂട്ടർ കൂടിയാണല്ലോ, എങ്ങനെയാണ് പ്രതിഭാഗം അഭിഭാഷകന് ഈ പെൺകുട്ടിയുമായി ഇങ്ങനെ ഫോണിൽ സംസാരിക്കാൻ കഴിയുന്നത്? അല്ല, അത് എത്തിക്സിന് എതിരാണ്. എത്തിക്സ് ആണോ അതോ നിയമത്തിനെതിരാണോ? നിയമത്തിനെതിരാണെന്ന് പറയാൻ സാധിക്കില്ല. സ്വന്തം കക്ഷിയെ രക്ഷിക്കുന്നതിന് വേണ്ടി എതിർഭാഗം വക്കീൽ, പ്രതിയുടെ വക്കീലാണല്ലോ, പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിൽ അത് നിയമപരമായ കുറ്റമല്ലേ? അതിനകത്ത് ആ കുട്ടിയുടെ ബന്ധുക്കൾ സഹായിച്ച് സംസാരിക്കാൻ അവസരം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രതിയുടെ പ്രേരണ എത്രത്തോളമുണ്ട്, അതിൽ പൈസയുണ്ടോ, അങ്ങനെയെല്ലാം നോക്കിയിട്ട് അത് കുറ്റമാണോ എന്ന് പറയാൻ സാധിക്കൂ. പക്ഷേ മോറലി ശരിയല്ല, അഡ്വക്കേറ്റ് പ്രാക്ടീസ് പ്രകാരവും ശരിയല്ല. ലീഗലി അത് തെറ്റാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം കേസിൻ്റെ ട്രയൽ സൈഡിൽ PW1 ഈ പ്രതി എന്താ പറയുക, സാക്ഷി ചെന്നിട്ട് പ്രോസിക്യൂഷന് അനുകൂലമായ രീതിയിൽ മൊഴി കൊടുക്കുന്നോ പ്രതികൂലമായ രീതിയിൽ മൊഴി കൊടുക്കുന്നോ എന്നുള്ള വിഷയത്തിൽ വക്കീലിനോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം സ്വമേധയാണെങ്കിൽ അതെങ്ങനെ നിയമപ്രകാരം തെറ്റാണെന്ന് പറയാൻ കഴിയും? സ്വാമി ഭാർഗവറാം, ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഒന്നുകൂടി ആവർത്തിച്ച് ചോദിക്കുകയാണ്. അതിനകത്തൊരു താങ്കളിൽ നിന്നൊരു വ്യക്തമായിട്ടുള്ള ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. ഈ ശബ്ദരേഖയാണ് ആദ്യം സംഭവിക്കുന്നത്. ഈ ശബ്ദരേഖ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് കത്ത് വിശ്വസിക്കാം, അങ്ങനെയാണെങ്കിൽ മാത്രം കേട്ടോ. ശബ്ദരേഖയിൽ ദീർഘമായി ആ പെൺകുട്ടിയോട് സംസാരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് ഈ അഭിഭാഷകനെ കുറിച്ച് മതിപ്പുണ്ട്. അത് കഴിഞ്ഞതിന് അവസാനിപ്പിക്കുന്നത് സാറിൻ്റെ ജൂനിയറായി എന്നെ എടുക്കുമോ എന്നുള്ള ചോദ്യത്തിലൂടെയാണ്. അപ്പോൾ ആ സംഭാഷണത്തിൽ ആ പെൺകുട്ടി പറയുന്നത് സ്വാമിയുമായി ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ്. പിന്നീട് പോസ്റ്റലിൽ അഭിഭാഷകന് വരുന്ന കത്തിൽ ആ ഭാഗമില്ല, സ്വാമിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വന്നു. അപ്പോൾ ഇടയ്ക്കൊരു കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഈ കത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ ഒഴിവാക്കേണ്ടത് എന്നെ സംബന്ധിച്ച ഒരു കൂടിയാലോചന ഇതിനിടയിലുള്ള ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. അത് അന്വേഷിക്കേണ്ടതല്ലേ? അതാണ് ഇപ്പോൾ ധന്യാരാമനെ പോലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനകത്ത് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. ആ സമ്മർദ്ദം എവിടെ നിന്നാണ് ഈ പെൺകുട്ടിക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് അന്വേഷിക്കണമെന്ന്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇത് അന്വേഷിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. ഈ വിഷയത്തിൽ സ്വാമിയുടെ ഭാഗത്തു നിന്നാണെങ്കിലോ വക്കീലിന്റെ ഭാഗത്തു നിന്നാണെങ്കിലോ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലോ വ്യാജമായിട്ടുള്ള കാര്യങ്ങളുടെ നിർമ്മിതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കണം. പോലീസുകാരുടെ കാര്യവും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിലാണ്. അതുപോലെ തന്നെ വനിതാ സംഘടനകളുടെ റോളും ഈ വിഷയത്തിൽ സംശയാസ്പദമാണ്. പോലീസ് വിളിക്കുന്ന ഉടനെ തന്നെ അവരെത്തിയിട്ട് നടത്തുന്ന പ്രസ്താവനകളും അവരുണ്ടാക്കിയെടുത്ത റോളുകളും എല്ലാം സംശയാസ്പദമാണ്. സത്യത്തിൽ നുണപരിശോധനയ്ക്ക് വിധേയരാക്കുന്നതാണ് പോലീസ് സംവിധാനത്തെ അടക്കം. ഇതുമായിട്ട് പ്രഥമ ദൃഷ്ട്യാ ആദ്യം ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും സത്യത്തിൽ നുണപരിശോധനയ്ക്ക് വിധേയരാകേണ്ടവരാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശ്രീമതി ധന്യരാമൻ, അക്കാര്യത്തിൽ താങ്കളുടെ പ്രതികരണമാണ് ആവശ്യം. ഈ പെൺകുട്ടിയുടെ പരാതി വന്നതിന് ശേഷം ഓടി പോലീസ് സ്റ്റേഷനിലെത്തിയ വനിതാ പ്രവർത്തകർ ഇവിടെ ഈ പെൺകുട്ടി ഒരു അയ്യപ്പദാസിന്റെ കാര്യം പറയുന്നു. അയ്യപ്പദാസിന്റെ മൊബൈൽ ടവർ നോക്കുമ്പം കൊല്ലം അതിർത്തിയിലാണുള്ളത്. അയ്യപ്പദാസ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അയ്യപ്പദാസിന്റെ സമ്മർദ്ദത്താലാണ് താനിത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ജനനേന്ദ്രിയം കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി ലൈംഗിക അതിക്രമങ്ങളിൽ മനം മടുത്ത് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ കാര്യമായിരിക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ അതേക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അയ്യപ്പദാസ് എന്ന് പറയുന്ന ഒരാൾ ആണ് തന്നെ ഈ നിലയിൽ കാര്യങ്ങൾ. അയ്യപ്പദാസിന് വേറെ എന്തെങ്കിലും ഒരു ലക്ഷ്യമുള്ളതായി പറയുന്നില്ല. അയ്യപ്പദാസ് തുടക്കം മുതൽ പെൺകുട്ടിയെ സമ്മർദ്ദം ചെലുത്തി പറയുന്നത് ലൈംഗികം ജനനേന്ദ്രിയം കട്ട് ചെയ്യണം എന്ന് മാത്രമാണ്. ആ നിലയിൽ ഒരു ആക്ടിവിറ്റി ഉണ്ടാകണമെങ്കിൽ അത് ഈ പെൺകുട്ടിക്ക് ഈ ലൈംഗികമായിട്ടുള്ള ചൂഷണത്തിൽ മനമെടുത്ത് മാത്രമായിരിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ പറയാനാവുക. പക്ഷേ ഇവിടെ അയ്യപ്പദാസിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൽ വേറൊരു ആംഗിളും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഭാർഗവറാം പറയുന്നത് നിങ്ങളുടെയൊക്കെ പങ്കുകൂടി, ഓടിയെത്തിയ വനിതാ സംഘടനാ പ്രവർത്തകരുടെ പങ്കുകൂടി ഇക്കാര്യത്തിൽ അന്വേഷിക്കണമെന്ന്. ഭാർഗവറാമിന് പണ്ടേ കുഴപ്പമുണ്ട്. ഞങ്ങൾ
RSS BJP സപ്പോർട്ട് ചെയ്യാത്തതിന്റെ ഒരു വലിയ കുഴപ്പം ഭാർഗവറാമിനുണ്ട്. പിന്നെ അതിന് കൂടുതൽ ഉത്തരം പറയാനില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയിട്ട് ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നപ്പോൾ തൊട്ട് എന്റെ തന്നെ ഒരു അകന്ന ബന്ധു റേപ്പ് ചെയ്യപ്പെട്ടിട്ട് ആ കുട്ടി ഇന്നും സംസാരിച്ചിട്ടില്ല. അവൾ ഇന്നും തോട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. അത് അന്നത്തെ ഒരു കേസിൽ ഒരു കുട്ടി ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് 2011 937 റേപ്പ് കേസാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്. ഈ ഒരു 8 മാസത്തിനിടയിൽ ഞാൻ 87 റേപ്പ് കേസാണ് രജിസ്റ്റർ ചെയ്തത്. ഞങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നുള്ളത് അദ്ദേഹത്തെ പോലുള്ളവർക്ക് അറിയില്ല. ഞാൻ ഞങ്ങളെ പോലുള്ളവർ ഇടപെടാതെ പോയ കേസുകളുണ്ട്. വാളയാർ കേസ്, ആ മൂത്ത കുട്ടിയെ കൊന്ന ഉടനെ തന്നെ ഞങ്ങൾ അവിടെ പോയിരുന്നെങ്കിൽ രണ്ടാമത്തെ കുട്ടിയെങ്കിലും ഞങ്ങൾ ആദ്യം തന്നെ പിന്നെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ചെയ്തിരുന്നെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞിനെങ്കിലും രക്ഷിക്കാമായിരുന്നു. ഇപ്പൊ ഈ പേട്ടയിൽ നടന്ന സംഭവത്തിൽ ഇവരുടെ സാമൂഹ്യ സാമ്പത്തിക ജാതി പശ്ചാത്തലമൊന്നും ഞങ്ങൾക്കറിയില്ല. ഞാൻ കരുതിയത് ഒരു 7 വർഷം കൊണ്ട് നിരന്തരം പീഡനം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒന്നും ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തൊരു സാഹചര്യത്തിലാണ് അവൾ ഇത്തരത്തിനൊരു കടുങ്കൈക്ക് മുതിരുന്നത്. അപ്പൊ ആ ഒരു വാർത്ത കേട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നതും ഈ കുട്ടീൻ്റെ അടുത്ത് സംസാരിക്കുന്നതും. അവിടെ ആ വീട്ടിൽ വേറെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ സേവ് ചെയ്യാനും കൂടി ഞങ്ങൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ സേവ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. അതിന് ഭാർഗവറാമിനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നത് വളരെ ചീപ്പായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. സത്യം പറഞ്ഞാൽ സ്വാമിയുടെയും പിന്നെ പെൺകുട്ടിയുടെ നുണപരിശോധനയ്ക്ക് ഞങ്ങൾ എല്ലാവരും തന്നെ തയ്യാറാണ്. ഈ വനിതാ സംഘടനകളെ ആക്ഷേപിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഞങ്ങളൊക്കെ സാധാരണ പോയിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ എത്ര വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത് പോലും അദ്ദേഹമൊക്കെ ഒന്ന് മനസ്സിലാക്കിയേക്കൊള്ളാം. ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത് തന്നെ ഈ പോലീസ് സ്റ്റേഷന്റെ താഴെ അയ്യപ്പദാസിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അത് അയ്യപ്പദാസ് ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് അറിയാനിടയായ സാഹചര്യം ഞാനും ഭാഗ്യലക്ഷ്മി ചേച്ചിയും അവിടെ നിന്ന് ഉറക്കെ ഈ വിഷയത്തെപ്പറ്റി ഞങ്ങൾ 2 സ്ത്രീകളെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉടനെ പോലീസുകാർ വന്ന് പറഞ്ഞു ഈ കേസിലെ ഒരാളെ ചോദ്യം ചെയ്യാൻ അവിടെ ഇരുത്തിയിരിക്കുകയാണ്, നിങ്ങൾ ഈ വിഷയത്തെ പറ്റി പരസ്യമായിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പോഴാണ് മനസ്സിലാവുന്നത് അയ്യപ്പദാസാണ് അവിടെ ഇരുന്നിട്ടുള്ളത് എന്ന്. ശരി ശരി ശ്രീ രാഹുൽ ഈശ്വർ, ഈ കേസിൽ ഇത്രയും നാടകീയമായിട്ടുള്ള യു ടേൺ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ശരിയാണ്, ഒരു സന്യാസി വേഷമിട്ടയാൾ ഈ നിലയിൽ ജനനേന്ദ്രിയം കട്ടിയപ്പെട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ആ ആളുടെ പൊതുസമൂഹത്തിലുള്ള ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ സഹതാപമുണ്ട്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിയമത്തിന് മുന്നിൽ അത് പുറത്തു വരേണ്ടതാണ്. പക്ഷേ ഈ നിലയിൽ ഒരു അഭിഭാഷകൻ, ഒരു സന്യാസി, പെൺകുട്ടിയുടെ ബന്ധു, പെൺകുട്ടി, ഇവരെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു നാടകം ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ നാടകം നമ്മുടെ നിയമവ്യവസ്ഥക്ക് നല്ലതാണോ? നികേഷ് സാർ, 2 കാര്യങ്ങൾ. ഒന്ന്, ഇങ്ങനൊരു ചർച്ച എടുത്തതിന് റിപ്പോർട്ടർ ടിവിക്കും അങ്ങേക്കും ആദരം നൽകുകയാണ്. കാരണം പലപ്പോഴും 1 സൈഡഡ് നറേറ്റീവ്സ് മാത്രമേ നമ്മുടെ TV ചാനലിൽ വരാറുള്ളൂ. പെൺകുട്ടി എന്നും വിക്ടിമാണ്, പുരുഷൻ എന്നും പീഡകനാണ്, പെൺകുട്ടി അങ്ങനെ വെട്ടിമാറ്റിയിൽ ഝാൻസി റാണിയാണ് അല്ലെങ്കിൽ ശിക്ഷ കിട്ടിയല്ലോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും പറയുന്ന ഒരു ടോട്ടൽ 1 സൈഡഡ് നറേറ്റീവ് ആണ് വന്നത്. മറുവാർത്തകൾ വന്നാൽ പോലും പലരും തമസ്കരിക്കാറുണ്ട്. ചർച്ച എടുത്തതിന് നന്ദി. രണ്ടാമത്തെ കാര്യം, അന്ന് തന്നെ പലരും ഇതിനൊരു കൗണ്ടർ നറേറ്റീവ് ഉണ്ടെന്നും ഈ 6-7 വർഷമായി നിരന്തരം പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ മീഡിയയിൽ പറയാൻ മാത്രം കൊള്ളാവുന്ന ഒരു കാര്യമാണ്. ഈ പെൺകുട്ടി പ്രായപൂർത്തിയായതിനു ശേഷം ആരോടും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല, ആ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് ഈ വിഷയത്തിൽ പരാതിയില്ല, വേണമെങ്കിൽ ഈ കുട്ടിക്ക് പോലീസിൽ പോകാമായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഈ കുട്ടിയുടെ നറേറ്റീവിന് സംശയങ്ങളുണ്ട്. 2, ഈ കുട്ടി റേപ്പ് പോലുള്ള കാര്യങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ വൈദ്യപരിശോധനയിൽ അത് തെളിയേണ്ടതാണ്. അത് തെളിഞ്ഞോ, അതിന് വ്യക്തതയുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അതിനർത്ഥം ഈ സ്വാമിയെ ന്യായീകരിക്കല്ല. ഈ സ്വാമിയെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ്. ഇദ്ദേഹത്തെ ഇതേപോലൊരു ദൂരദർശൻ ചർച്ചയ്ക്ക് പോലും നേരിട്ടല്ലാതെങ്കിലും ഞാൻ കാരണമായി അദ്ദേഹം വിടുന്നുണ്ട്. അതുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞ് കൈ കഴിവിട്ട് കാര്യമില്ല. പക്ഷെ ഇദ്ദേഹം ആ കുട്ടിയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സന്യാസം എന്ന രീതിയിൽ ചെയ്ത തെറ്റ് തന്നെയാണ്. അത് നേരത്തെ ഫക്രുദ്ദീൻ വളരെ രസകരമായി പറഞ്ഞതുപോലെ നമ്മുടെ പൈതൃകത്തിനോട് ചെയ്യുന്നൊരു തെറ്റാണ്. പക്ഷേ ഈ ഒരുപാട് ഇതിന്റെ പിന്നിൽ മറ്റ് കാര്യങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥ ഇതിന് പിന്നിലുണ്ടെന്നും അവർക്കെതിരെ ഈ പ്രത്യേക സ്വാമി ഒരു പ്രക്ഷോഭം നയിച്ചതിന്റെ പേരിലാണെന്നും വിദ്യാരാജ തിരുവടികളുടെ ആ സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള ഇതിൽ ഒരു പ്രത്യേക വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇൻവോൾവ് ആയിരുന്നു. അതിന് അവർ ദേഷ്യം തീർത്താന്ന് പറയുന്നു. ഈ പെൺകുട്ടി നിയമ വിദ്യാർത്ഥിനിയാണ്, ഒരു പോലീസ് സ്റ്റേഷനിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ശരിയാണോ എന്നറിയില്ല. അപ്പം പറയുന്നത് പോലെ പാവം പൂച്ചക്കുട്ടി ഒരു സൈഡിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന നറേറ്റീവ് ഉണ്ടാക്കാതെ മറുഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ നിയമപരമായ കൺസെഷനുകളും ഇളവുകളും ന്യായീകരണങ്ങളും ഉണ്ടെങ്കിൽ അത് കൊടുക്കാതെ ഒരു 1 സൈഡഡ് നറേറ്റീവ്സ് ആണ് വനിതാ സംഘടനകളും മാധ്യമങ്ങളും ചെയ്തത്. മറുവശവും യു ടേണും പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നും വേണ്ടി വന്നാൽ ഈ പെൺകുട്ടി കരുതിക്കൂട്ടി കാമ
കാമുകനോടൊപ്പമാണ് ചെയ്തതെങ്കിൽ നേരത്തെ സഖാവ് പിണറായി വിജയൻ പറഞ്ഞതിൽ നിന്ന് മാറ്റി ആ പെൺകുട്ടി പോലും ഒരുപക്ഷെ കൊലക്കുറ്റത്തിന് സമാനമായ ഒരു കേസാണ്. ഇത്തരം ആംഗിളുകൾ ഒരു കാരണവശാലും നോക്കാതെ പോകരുത്. മറുഭാഗത്തൊരു കാമുകാരിയോ താങ്കളുടെ കാഴ്ചപ്പാട് കൂടി, അതായത് ഇപ്പോ ശ്രീ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവരെല്ലാം തന്നെയും ഈ സംഭവം കേട്ടപാതി ഈ പെൺകുട്ടിയെ അഭിനന്ദിച്ച് രംഗത്ത് വരികയാണ് ചെയ്യുക. ആ കേട്ട കഥ എന്താണ്? കേട്ട വാർത്ത എന്താണ്? പെൺകുട്ടി ജനനേന്ദ്രിയം വെട്ടി എന്നുള്ളതാണ്. അപ്പോൾ ജനനേന്ദ്രിയം വെട്ടി എന്ന് പറയുമ്പോൾ ബാക്കി കഥകൾ മുഴുവൻ നമുക്ക് ഇതുവരെ ശേഖരിച്ച ഒരു 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 ലൈബ്രറി നമ്മുടെ മനസ്സിലുണ്ട്. എന്താണത്? ഈ നിലയിൽ ലൈംഗികമായ ചൂഷണത്തിൽ മനം മടുത്തായിരിക്കും ഈ പെൺകുട്ടി ഈ നിലയിൽ പ്രതികരിച്ചിട്ടുണ്ടാവുക എന്ന്. അതുകൊണ്ടായിരിക്കുമല്ലോ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം ആ നിലയിൽ പ്രതികരിച്ചത്. ഇപ്പോൾ കഥകൾ പലതും പുറത്തു വരികയാണ്. ഈ പറയുന്ന അയ്യപ്പദാസ് എന്ന് പറയുന്ന പെൺകുട്ടിയിലാണ് ഇപ്പോൾ പെൺകുട്ടി കുറ്റം ചാർത്തുന്നത്. അയ്യപ്പദാസിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു രീതിയിലും ഈ സ്വാമിയുമായി ഇയാൾക്ക് വിദ്വേഷമുണ്ടെന്നാണ് പെൺകുട്ടി പറയുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അമ്മ പറയുന്നത്. വേറെ ഒന്നും ചെയ്യണ്ട, പകരം ഈ പറയുന്ന വിധത്തിൽ ജനനേന്ദ്രിയം മുറിച്ചു കളഞ്ഞാൽ മതി. അപ്പോൾ സ്വാമിയെ ഏതോ തരത്തിൽ അപകീർത്തിപ്പെടുത്തണം എന്ന ഉദ്ദേശം അയ്യപ്പദാസുണ്ട്. അയ്യപ്പദാസിന് എന്താണ് സ്വാമിയോടുള്ള വിദ്വേഷം? അത് മറ്റാരുടെയെങ്കിലും ചട്ടുകമാവുകയാണോ അയ്യപ്പദാസ്? തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയല്ലേ? അങ്ങനെ പരിശോധിച്ചതിന് ശേഷം മാത്രമല്ലേ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ഈ വിഷയങ്ങളിൽ ഇടപെടാനും പ്രതികരിക്കാനും പാടുള്ളൂ. അല്ല നികേഷ്, നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെ പറയുന്ന സമയത്ത് ഇടയ്ക്ക് കോടതി നിരീക്ഷിച്ച പോലെ മീഡിയ ചർച്ചകളൊക്കെ നടത്തുന്ന സമയത്ത് ഒരു കേസിന്റെ വിധി വന്നതിന് ശേഷം അല്ലെങ്കിൽ വ്യക്തത വന്നതിന് ശേഷം നടത്തിയാൽ പോരെ എന്ന് പറയുന്നത് പോലെയാണ് ഈ വിഷയത്തിൽ. പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാനൊരു കാര്യം പറയാം. പിണറായി വിജയന് ഒട്ടുമേ താല്പര്യമില്ലാത്ത ഒരാൾ എന്നോട് പറഞ്ഞത് ആ വിഷയത്തിൽ അയാൾ പറഞ്ഞത് വളരെ നന്നായി, ഇത്തരം വിഷയങ്ങൾക്ക് കൊടുക്കേണ്ട മറുപടി ഇത് തന്നെ, എങ്കിലേ പിള്ളേർക്ക് ഒരു തൻ്റെടണ്ടാവും, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പേടി ഉണ്ടാവും. അത് പക്ഷേ ഒന്നുണ്ട്, നികേഷ് പറഞ്ഞ പോലെ ഈ കേട്ട നെഗറ്റീവിന്റെ പുറത്താണ്. ഈ കേട്ട നെഗറ്റീവിന്റെ പുറത്ത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അല്ലെ കേരളത്തിലെ പൊതുസമൂഹം നിലവിലുള്ള സാഹചര്യത്തിൽ ജനിച്ചു വീണ കൊട്ടി 100 വയസ്സുള്ള വൃദ്ധ വരെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അങ്ങനെ ചിന്തിച്ചു പോയാൽ അതിൽ കുറ്റമൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എന്നാൽ ഇന്ന് വന്നിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന സമഗ്രമായിട്ടുള്ള ചിത്രം വെച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് തെറ്റാ. പക്ഷെ അതല്ല, അങ്ങനെ ആ ഒരു കോണ്ടക്സ്റ്റിൽ അങ്ങനെ ചെയ്തത് തെറ്റില്ല എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ആയാലും രമേശ് ചെന്നിത്തലയാണെങ്കിലും പറഞ്ഞത്. അതിൽ ഒരു മലയാളിയുടെ ഒരു സെൻസിബിലിറ്റി അല്ലെങ്കിൽ മലയാളിയുടെ മനസ്സിലെ ആഗ്രഹം അനുസരിച്ച് അവരെ അങ്ങനെ പ്രതികരിച്ചതിൽ അല്ലാതെ പങ്കുവെച്ചതിൽ കുറ്റമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ മീഡിയ ആണെങ്കിലും അതേ പൊതുസമൂഹത്തിലുള്ള ആളുകളാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും ഇത്തരമുള്ള വിഷയങ്ങൾ, എസ്പെഷ്യലി വെദർ ഇറ്റ്സ് മുല്ലാക്കോ സന്യാസിയോ ഫാദർ ആരായാലും വലിയ ട്രഡീഷനും കൾച്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പേരിൽ ഇങ്ങനെ ചില ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ സെൻസേഷനെ പുറത്ത് ചാടിപ്പിടിച്ച് റിപ്പോർട്ട് ചെയ്യുകയോ പ്രതികരിക്കുകയോ ചെയ്യാതെ കുറച്ചും കൂടി ആഴത്തിൽ സമഗ്രമായി പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പൊതുസമൂഹം ആഗ്രഹിക്കുന്ന അതാണ്. അല്ലെങ്കിൽ റജീന കേസ് പോലെ ഇപ്പൊ ഈ കേസിൽ വന്നതുപോലെ നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ധന്യരാമനെ പോലെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ആളുകൾ ഇങ്ങനെ അടുത്തൊരു കേസിൽ ഇടപെടാൻ പറ്റാത്ത, ആളുകളെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷം ഉണ്ടാവും. നമ്മളെല്ലാവരും വിജിലന്റ് ആയിരിക്കണം. റൈറ്റ്, തുടരുക. ഇപ്പോൾ ഐസ്ക്രീം പാർലർ കേസിനെ കുറിച്ചാണ് ഫക്രുദ്ദീൻ പറയുന്നത്. ഐസ്ക്രീം പാർലർ കേസിൽ ഒരു റജീനയെ ആരെങ്കിലുമൊക്കെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നില്ല അന്ന് മാധ്യമപ്രവർത്തകർ ഉയർത്തിയ വിഷയം. അത് ജുഡീഷ്യറിയെ പിന്നീട് എങ്ങനെ സ്വാധീനിക്കുന്നതിന്, ഈ പറയുന്ന രാഷ്ട്രീയ സ്വാധീനമുള്ളവർ ജുഡീഷ്യറിയെ എങ്ങനെ സ്വാധീനിക്കുന്നതിന് കാരണമാകുന്നു എന്നുള്ളതൊക്കെ ആയിരുന്നു അന്ന് മാധ്യമപ്രവർത്തകർ ഉയർത്തിയ വിഷയം. സമാനമായ വിധത്തിൽ ഇപ്പോൾ ഗംഗേശാനന്ദയുടെ ജാമ്യാപേക്ഷയ്ക്കൊപ്പം അഭിഭാഷകൻ ഒരു കത്ത് സൃഷ്ടിക്കുകയാണ്. ഈ പെൺകുട്ടിയുമായി സംസാരിച്ച് നിങ്ങളത് എനിക്ക് എഴുതി തരാമോ എന്ന് ചോദിച്ച് എഴുതിയതിന് ശേഷം പോസ്റ്റലിൽ അയച്ചത് വളരെ എന്താ പറയുക ഇതായി വീണ്ടും കോടതിക്ക് സമർപ്പിക്കുന്ന വിധത്തിൽ. അപ്പോൾ ആ നിലയിൽ ഒരു ജാമ്യം കിട്ടുന്നതിനാവശ്യമായുള്ള ടൂൾ ഒരുക്കാൻ പെൺകുട്ടിയെ കൂടി ഉപയോഗിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിനെ എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് തടുക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ ഗവൺമെൻറ് ഇപ്പോൾ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതിന് ശേഷം ആ പെൺകുട്ടിയിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ പരാതികളും വാങ്ങിയിടുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയെ സമൂഹത്തിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന സ്വാമിക്ക് പോലും റീച്ച് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ബന്ധുക്കളുടെ കൂട്ടത്തിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നടക്കുന്നത് ഈ നാടകങ്ങളാണ്. അല്ല, ഇതിൽ 2-3 വിഷയങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഡിഫാക്റ്റോ കംപ്ലൈനൻ്റ്, അത് ഈ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി പോലീസിന് കൊടുത്ത മൊഴി
പിന്നീട് മാറ്റി പറയിക്കത്തക്ക രീതിയിൽ ആരുടെയൊക്കെയോ സ്വാധീനം പിന്നിലുണ്ടായി എന്നുള്ളത് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ആരുടെയൊക്കെയോ സ്വാധീനം, ആരൊക്കെയാണെങ്കിലും അതിൽ ആ പെൺകുട്ടിയുടെ സ്വന്തം അച്ഛനും മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ടാവാം. പക്ഷേ സ്വാധീനമുണ്ടായി. ആ സ്വാധീനമുണ്ടായപ്പോൾ ആ പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ആ പെൺകുട്ടി ഇങ്ങനെ വക്കീലിനോട് സഹകരിക്കാൻ ശ്രമിച്ചതായിരിക്കും. അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നു. പോലീസിൻ്റെ സാക്ഷിയാണ്, പ്രോസിക്യൂഷൻ കേസിലെ സാക്ഷിയാണ്. പലരും ആ സംഭവം ഉണ്ടായ സമയത്ത് പെൺകുട്ടി ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിച്ച് സംസാരിക്കുകയുണ്ടായി. പെൺകുട്ടി ചെയ്തത് പെട്ടെന്ന് വികാര പ്രക്ഷോഭത്തിൽ എല്ലാവരും പറയും ശരിയാണെന്ന്. പക്ഷേ നിയമം കയ്യിലെടുക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. നിയമം കയ്യിലെടുത്തുകൊണ്ട് നാം ഓരോരുത്തരും അക്രമ പ്രവർത്തികൾ തുടങ്ങിയാൽ ഇവിടെ ക്രിമിനാലിറ്റി വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ കഴിയില്ല, സാഹചര്യം എന്ത് തന്നെയായാലും. അതൊന്ന്. എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിൻ്റെ പിന്നിൽ ആരെല്ലാം പ്രേരിപ്പിച്ചാലും പെൺകുട്ടിയിൽ ആ സമയത്തുണ്ടായ മനോവ്യാപാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നാർക്കോ അനാലിസിസിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയൂ. ഇവിടെ ജാമ്യം കിട്ടുക എന്നത് വളരെ ക്ലേശകരമാണ്. അപ്പോൾ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി പ്രതിഭാഗം വക്കീൽ വളരെ ബുദ്ധിപൂർവ്വം ഇങ്ങനെ PW1-നെ സ്വാധീനിച്ചുകൊണ്ട് കത്തുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ കോടതി അത് വിലവെക്കില്ല. കോടതി പ്രോസിക്യൂഷൻ എന്ത് പറയുന്നു, പോലീസ് എന്ത് പറയുന്നു, പോലീസിൻ്റെ കേസ് ഡയറിയിൽ എന്ത് പറയുന്നു അതേ നോക്കുകയുള്ളൂ. അല്ലാതെ ഡിഫൻസ് ലോയർ കൊണ്ടുവരുന്ന ഒരു കത്ത് നോക്കിയിട്ട് ഇത് ഡിഫാക്റ്റോ കംപ്ലൈൻറ്റിൻ്റെ കത്താണെന്ന് പറഞ്ഞാലൊന്നും കോടതി അതെടുക്കില്ല. ഇല്ല, കോടതി അത് ചെയ്യില്ല. ഇതുകൊണ്ട് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ഇത് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് വെർഷൻസ് നറേഷൻസ് കൊണ്ടുവന്ന് ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു ഡിബേറ്റ് കൊടുത്ത് സ്വാമിക്ക് ഒരു സഹതാപം കൊടുക്കുന്നതിനുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇതൊന്നും നിയമപരമായി സ്വാമിയെ സഹായിക്കില്ല. മറിച്ച് പെൺകുട്ടി അവതാളത്തിലാവുകയും ചെയ്യും. ശ്രീമതി ധന്യാരാമൻ, ശരിയാണ്, നിങ്ങൾ പോകുമ്പോൾ അവിടെ പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നുണ്ടാകും, പോലീസ് കൂലങ്കഷമായി പരിശോധനകൾ നടത്തുന്നുണ്ടാകും, അങ്ങനെ ആ കേസ് സ്ട്രോങ് ആക്കുന്നു, പൊതുസമൂഹത്തിൻ്റെ ആകെ പിന്തുണയുണ്ടാകുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി എവിടെയാണ്, ആരൊക്കെയാണ് ഈ പെൺകുട്ടിയെ കോണ്ടാക്ട്? എല്ലാ സ്ത്രീപീഡന വിഷയത്തിലും ഇരകൾക്ക് അവരുടെ മുൻമൊഴിയിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം അതാണ്. സമ്മർദ്ദം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിലുള്ള സമ്മർദ്ദമായിരിക്കില്ലല്ലോ. ഈ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള മാനസികാവസ്ഥ മാത്രമല്ല, ഈ സ്വാമിക്കൊപ്പം നിൽക്കേണ്ട ഒരുപാട് പേരുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ സന്യാസി സംഘം, സംഘപരിവാറിൻ്റെ സന്യാസി സംഘത്തോടൊപ്പം ചിത്രങ്ങളിൽ നാം കാണുന്ന സന്യാസിയാണ്. ആ സന്യാസിയുടെ പേര് നഷ്ടമായത് ഈ മേഖലയിൽ അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചീത്തപ്പേരാണ്. അത് മാറ്റുന്നതിന് വേണ്ടി ഇവരാകെ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതാണ് ഒരു സ്വാമിയെ നമ്മൾ തുടക്കത്തിൽ ഫോണിൽ കണ്ടത്. പോലീസ് ഈ സ്വാമിമാർക്ക് ഈ പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞു കൊടുത്ത് അവരുടെ മറ്റ് പണികളിലേക്ക്, അടുത്ത പണികളിലേക്ക്, അത് പോലീസിനെ മാത്രമല്ല വനിതാ സംഘടനകളെയായാലും അടുത്ത പണികളിലേക്ക്, മാധ്യമങ്ങളെ ആയാലും അടുത്ത പണികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായി ഒരു ഇരയ്ക്ക്, പെൺകുട്ടിക്ക് സംഭവിക്കാവുന്ന കാര്യമാണിത്. അതായത് ഈ കുട്ടി LLB 4ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അതുകൊണ്ട് ഇവള് 15 ദിവസമായിട്ട് പേട്ട പോലീസ് സ്റ്റേഷനിൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പോലീസ് സ്റ്റേഷനുമായിട്ടും അവിടുത്തെ പോലീസുകാരായിട്ടൊക്കെ വളരെ അടുപ്പായിരുന്നു. ഈ പെൺകുട്ടി അവിടെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി അവൾ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞ്, ഇതിനകത്ത് ആദ്യത്തെ തെറ്റ് എന്താണെന്ന് അറിയാം, ഈ പെൺകുട്ടിക്ക് മലയാളം അറിയില്ല എന്ന് പറഞ്ഞാണ് ആദ്യത്തെ തെറ്റ്. ആ പെൺകുട്ടി ഈ തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്കൂളിൽ പഠിച്ചതാണ്, ഇവിടെ തന്നെയാണ് +2 ചെയ്തത്, ഇവിടുത്തെ തന്നെയുള്ള ഒരു കോളേജിലാണ് LLB 4ാം വർഷം പഠിക്കുന്നത്. അവളുടെ അനിയനും LLB 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇവര് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല, അതുകൊണ്ട് FIR എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. അത് തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. രണ്ടാമത്തെ മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, ആ പെൺകുട്ടി പറയുന്നത് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്നല്ല, ആ പെൺകുട്ടി പറയുന്നത് മലയാളം എഴുതിയത് വായിക്കാൻ അറിയില്ല എന്നാണ്. അതായത് കൈപ്പടയിൽ എഴുതിയത് വായിക്കാൻ അറിയില്ല എന്നാണ്. ചിലപ്പോൾ പ്രിന്റഡ് ആയിട്ടുള്ളത് വായിക്കാൻ അറിയുമായിരിക്കും. പോലീസിന്റെ എഴുത്ത് ആർക്കും വായിക്കാൻ അറിയില്ല എന്നതാ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ പറയുന്നത്. വായിക്കാൻ അറിയില്ല ആ പെൺകുട്ടി. ഞങ്ങൾ അവിടെ ചെന്ന് എന്തായാലും നമ്മളൊരു കേസിന്റെ മുഴുവൻ വിശദ വിവരങ്ങളും പരിശോധിക്കുമല്ലോ. തീർച്ചയായിട്ടും ഇതെല്ലാം പരിശോധിച്ചതിന്റെ ശേഷം തന്നെയാണ് ഞങ്ങൾ ഇതിനകത്ത് ഇടപെട്ടത്. ഇതിലെ മൊത്തം തെളിവുകളും ഞങ്ങളെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചോദിച്ചിരുന്നു.
ഞങ്ങൾ കത്തി കിട്ടിയോ എന്ന് ചോദിച്ചിരുന്നു, വിരലടയാളം ശേഖരിച്ചോ എന്ന് ചോദിച്ചിരുന്നു, FIR-നെ പറ്റി ചോദിച്ചിരുന്നു. പെൺകുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചു. എങ്ങനെയാണ് ഞാൻ FIR വായിച്ച് ആണ് ഞാൻ ഒപ്പിട്ടത് എന്നാണ് പെൺകുട്ടി ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ മാത്രമല്ല, ഞാനുണ്ട്, ഭാഗ്യലക്ഷ്മി ചേച്ചിയുണ്ട്, വനിതാ പോലീസുകാരുണ്ട്, ഞങ്ങൾ എല്ലാവരും തന്നെ നിൽക്കുകയാണ് ഈ പെൺകുട്ടി ഈ കാര്യം പറഞ്ഞു. ഇനി മറ്റൊരു എന്റെ ചോദ്യം അതൊന്നുമല്ല. എല്ലാവരും കൂടെ ചേർന്ന് പോലീസ് ആയിക്കൊള്ളട്ടെ, വനിതാ സംഘടനകളായിക്കോട്ടെ, ഈ വിഷയം ഏറ്റെടുത്ത മാധ്യമങ്ങളായിക്കൊള്ളട്ടെ, ഈ പെൺകുട്ടിയെ ഈ സന്യാസി സംഘത്തിന് സമ്മർദ്ദം ചെലുത്തുന്നതിന് പാകത്തിൽ വിട്ടുകൊടുത്തു. അവസാനം സംഭവിക്കുന്നത് എന്താണ്? വേറൊരാളിലേക്ക് ആക്ഷേപം ഉന്നയിക്കുകയാണ്. വേറൊരാളിലേക്ക് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതിന്റെ ഡയമെൻഷൻ മാറുകയാണ്. അതാണ് നേരത്തെ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചത്. എന്തിന് അയ്യപ്പദാസ് എന്ന് പറയുന്ന ഒരു മൂന്നാം കക്ഷിക്ക് ഈ സ്വാമിയുടെ ജനനേന്ദ്രിയം കെട്ടിയണം? അയാളെ കൊല്ലണമെന്നല്ല, അയാളുടെ കയ്യും കാലും വറക്കണം എന്നല്ല, അയാളുടെ ജനനേന്ദ്രിയം കെട്ടിയണം എന്നാണ്, അയാളെ വല്ലാതെ അപമാനിക്കണമെന്നാണ്. അതാണ് നികേഷ് ഞാൻ പറയുന്നത്. ആ പെൺകുട്ടിയുടെ മെഡിക്കൽ എടുക്കണം. ഇവള് ഇതിനു മുമ്പും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതെന്തിനാണെന്നുള്ളത് ആ പെൺകുട്ടി തന്നെ മൊഴിയിൽ തന്നെ പറയണം. അത് കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ എടുത്തിട്ടില്ല എന്നായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത്. കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ രാഹുൽ ഈശ്വറിനോട് ആ ചോദ്യം ചോദിച്ചതാണ്. മെഡിക്കൽ എടുത്തു, ഓറൽ മെഡിക്കൽ എടുത്തപ്പോ ഇവരുടെ ഷോളിൽ സെമൻ പറ്റിയിട്ടുണ്ട്. ആ സെമനും കൊണ്ടാണ്, സെമൻ പറ്റിയ ആ ഷോളും കൊണ്ടാണ് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ സ്വാമിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് സ്വാമിക്ക് അവകാശപ്പെടാത്ത വിധത്തിൽ അത് മാറുകയാണ്. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ കത്ത് കഴിഞ്ഞതിന് ശേഷവും ആ കത്ത് മതി തെളിവ് എന്ന് അഭിഭാഷകൻ കരുതാതെ ഈ ഓഡിയോ ടേപ്പ് കൂടി കൊണ്ടുവന്നത്. ഞാൻ ആ അഭിഭാഷകനെ വിളിച്ചു ചോദിച്ചു, അദ്ദേഹത്തിന് ചർച്ചയിൽ പങ്കെടുക്കാനാവില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് എനിക്ക് അതിനകത്ത് വേറെ ചില കാര്യങ്ങൾ തെളിയിക്കാനുണ്ട് എന്നുള്ളതാണ്. എന്നെ രക്ഷപ്പെടുത്തണം, അതും അദ്ദേഹത്തിൻ്റെ കാര്യമായിരുന്നു. കാരണം അല്ലെങ്കിൽ ആ അഭിഭാഷകനെതിരെ കേസുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ പോലും ആ പെൺകുട്ടി തനിയെ വന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു എന്നുകൂടി വരുത്തി തീർക്കേണ്ട ഒരു സാഹചര്യം പിൽക്കാലത്ത് ഈ കേസിൽ, വിചാരണ ഘട്ടത്തിൽ ഈ കേസിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനുകൂടിയുള്ള തെളിവായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ തരത്തിലും കാര്യങ്ങൾ വളരെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ സംഘത്തിൻ്റെ കയ്യിലാണ് ഞങ്ങൾ എല്ലാം ഈ പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അല്ല, ഈ ഷെൽട്ടർ ഹോം എന്ന് പറയുമ്പോൾ ഏതൊരു റേപ്പ് ചെയ്യപ്പെട്ട കുട്ടിയെയും അവളെ ഷെൽട്ടർ ഹോമിലേക്കാണ്, ആ പെൺകുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്കാണ് മാറ്റുന്നത്. അതും സർക്കാരിന്റെ പോലീസിന്റെ സാന്നിധ്യമുള്ള ഷെൽട്ടർ ഹോമിലായിരിക്കും താമസിക്കുക. ഈ പെൺകുട്ടിയെയും പോലീസുകാർ ഷെൽട്ടർ ഹോമിലേക്ക് തന്നെയാണ് ആദ്യം മാറ്റിയത്. അവിടെ എത്തിയിട്ട് പെൺകുട്ടി ബഹളം ഉണ്ടാക്കിയിട്ട് പോലീസുകാർ തന്നെ 3 നേരം ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവൾ അവിടെ നിൽക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് അവര് ആഗ്രഹിക്കുന്ന, അവര് പറഞ്ഞ സ്ഥലത്തേക്കാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു. അതൊന്നും മനസ്സിലാക്കാനില്ല, ഞാനത് പൊതുസമൂഹം ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. രാഹുൽ ഈശ്വർ, താങ്കൾക്ക് ആണ് ഇനി പറയാനുള്ളത്. അതായത് ഇപ്പോ ലാലി വിൻസെന്റ് പറയുകയാണ് പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടാവുക. ബുദ്ധിമുട്ടാവുക ഈ പെൺകുട്ടി ഇനി പറയേണ്ടത് കത്തി എന്ന മാരകായുധവുമായി എന്തിന് അർദ്ധരാത്രി അവിടെ ചെന്നു എന്നുള്ളതാണ്. ആ പെൺകുട്ടി ഒരു ലൂപ്പ് ഹോൾ ഇടുന്നത് ഞാൻ പോയതിന് ശേഷം വേണമെങ്കിൽ അയ്യപ്പദാസ് ആയിരിക്കാം ഒരുപക്ഷെ ഞാറ് മുറിക്കുന്നത് പോലെ ജനനേന്ദ്രിയം മുറിച്ചത് എന്നുള്ള സൂചനകൾ ആ പെൺകുട്ടി നൽകുന്നുണ്ട്. പക്ഷേ എന്തിന് രാത്രി മാരകായുധവുമായി സ്വാമിയുടെ, നിഷ്കളങ്കനായ സ്വാമി എന്നാണല്ലോ ഈ പെൺകുട്ടി തന്നെ വിശേഷിപ്പിക്കുന്നത്, അങ്ങനെ നിഷ്കളങ്കനായ ഒരു സ്വാമിയുടെ മുറിയിലേക്ക് ഈ പെൺകുട്ടി എന്തിനു പോയി എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടി വരിക ഈ പെൺകുട്ടിയാണ് ഇനി. അതെ സർ, നികേഷ് സാർ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം ഈ വിഷയം കുറെ കൂടെ ആഴത്തിൽ ചോദിച്ചു. അന്ന് തന്നെ ഇതിന്റെ കൗണ്ടർ നരേറ്റീവ് അങ്ങ് പറഞ്ഞ അഡ്വക്കേറ്റിനോടക്കം ഞങ്ങൾ അന്ന് തന്നെ സംസാരിച്ചിരുന്നു. 2-3 വേർഷൻസ് ഇതിൽ വേറെയുണ്ട്. ഒന്ന്, കുട്ടി 18 വയസ്സിന് ശേഷം ഈ സ്വാമിയുമായിട്ട് മ്യൂച്വൽ കൺസെന്റോടുകൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. അതും ചില പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഏർപ്പെടാറുള്ളതാണ് ഒന്ന്. 2, മുമ്പേ പ്ലാൻ ചെയ്തതുകൊണ്ടാണ് 18 വയസ്സ് മുമ്പ് തൊട്ട് അങ്ങനെയാണ് എന്ന് ഈ കുട്ടി ആദ്യം അവകാശവാദം ഉന്നയിക്കുന്നത്. കാര്യം അങ്ങനെയാണെങ്കിൽ കൺസെന്റോടുകൂടി ആണെങ്കിൽ പോലും ഗംഗേശാനന്ദ എന്ന് പറയുന്ന വ്യക്തി കുറ്റക്കാരനായി ചിത്രീകരിക്കപ്പെടും. 3, ഈ കുട്ടിക്കോ ഈ പറയുന്ന അയ്യപ്പദാസിനോ ബാക്കി ആർക്കോ എന്തോ ഒരു അക്കൗണ്ട് സെറ്റിൽ ചെയ്യാനോ ഈ സ്വാമിയോട് ദേഷ്യം തീർക്കാനോ ഈ സാഹചര്യം ഉപയോഗിച്ചതാണോ എന്ന സംശയം ശക്തമായിട്ടുണ്ട്. ഞാൻ എല്ലാ പ്രമുഖ സാമുദായിക സംഘടനകളോട് സംസാരിച്ചു. എല്ലാവർക്കും ഒരേ അഭിപ്രായം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരുടെ അഭിപ്രായം എന്തൊക്കെ പറഞ്ഞാലും സ്വാമി ഗംഗേശാനന്ദ ആ കുട്ടിയോട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ ഒരു വൺ സൈഡഡ് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് ഈ കുട്ടിയേക്ക് യാതൊരു കുറ്റവും ഇല്ലാന്നും ഈ കുട്ടി
കുട്ടിയുടെ ഭാഗത്ത് ഫ്ലോ ഒന്നും ഇല്ല എന്നും ഇവളെ വർഷങ്ങളോളം റേപ്പ് ചെയ്തു എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ തമസ്കരിക്കാനുള്ള വളരെ ബോധപൂർവമായ ഒരു ശ്രമമാണ്. ഇനിയെങ്കിലും ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ ഗംഗേശാനന്ദ സ്വാമിയുടെ മകളുടെ പ്രായം പോലും ആകാനുള്ള പ്രായമില്ല. എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിക്ക് 23 or 24 വയസ്സാണുള്ളത്. ഗംഗേശാനന്ദയ്ക്ക് 58 വയസ്സുണ്ട്. ആ പെൺകുട്ടി അന്ന് ഒടുവിൽ അയാളുടെ അടുത്തെത്തിയപ്പോഴേക്കും ലൈംഗിക ബന്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് ഒരുപക്ഷെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ഇതിലേക്കാണ് ആ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഈ പറയുന്ന ടേപ്പിൽ പോലും സംശയമില്ല. അപ്പോ ഒരു കാഷായ വേഷം ധരിച്ച ഒരു കാപട്യക്കാരന്റെ മുഖം തന്നെയാണ് ഈ കേസിലും ഈ തെളിവിലും നമുക്ക് പുറത്തു വരുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. പണ്ട് സീതയെ തട്ടിക്കൊണ്ടുപോകാൻ രാവണൻ അടക്കം കാഷായം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാഷായക്കാർ തെറ്റ് ചെയ്താൽ ആരും അവരെ ഡിഫെൻഡ് ചെയ്യില്ല. പക്ഷേ ഈ കുട്ടിക്ക് എന്തിന് കത്തി കൊണ്ടുപോയി? പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ട് കൊണ്ടുപോയതല്ലേ? മുൻ ധാരണയും മുൻകൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ച് കൊണ്ടുപോയതല്ലേ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഈ സന്യാസിയെ അഭ്യാസം കാണിച്ച് വീഴ്ത്തി ശാരീരികമായി ഓവർ പവർ ചെയ്ത് അത് വെട്ടാൻ കഴിയില്ലല്ലോ. അപ്പൊ ആ കുട്ടിയും സ്വാമിയും ഏതോ കോംപ്രമൈസിംഗ് പോസ്റ്റിൽ ഇരുന്നപ്പോൾ ആയിരിക്കണം ഈ കുട്ടി ഇത് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോൾ മൊഴി മാറ്റി അയ്യപ്പദാസിനെ കുറിച്ച് പറയുന്നത് പോലെ ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടി ഒരു ക്രെഡിബിൾ വിറ്റ്നസോ അല്ലെങ്കിൽ ക്രെഡിബിൾ അല്ല പല മൊഴികളും. ഇത്തരം കാര്യങ്ങൾ പരിഗണനയിലെടുക്കണം. ഒരു പുതിയ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് പുതിയൊരു അന്വേഷണത്തിന് ഉത്തരവിടണം. അതിന്റെ പിന്നിൽ ഈ കുട്ടിയെ ആരെങ്കിലും ചട്ടുകുമായി യൂസ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഈ വിഷയത്തിൽ വെളിയിൽ വരണം. തികച്ചും വൺ സൈഡഡ് ആയി ഏതെങ്കിലും ഒരു സന്യാസി സംഘം ഇതിന്റെ പിന്നിൽ ഇടപെടുന്നൊന്നുമില്ല. അത്രയൊന്നും ഓർഗനൈസ്ഡ് അല്ല ഈ നാട്ടിലെ ഹിന്ദുക്കൾ. അതുകൊണ്ട് ആരും ഒരു വലിയ ശക്തമായിട്ടൊന്നും ഇടപെടുന്നില്ല. 1-2 പേര് സ്വാമിയുടെ നറേറ്റീവും കൂടെ പുറത്തു കൊണ്ടുവരാൻ ചിലപ്പോൾ ലഭിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിനപ്പുറം നിഷ്പക്ഷമായ ഒരു അന്വേഷണവും തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും പുറകിൽ ഗൂഢാലോചന ഉണ്ടെങ്കിലും അത് വെളിയിൽ വരണം. അതിനൊരു ഓപ്പൺ മൈൻഡ് കാണിക്കണം. ശ്രീ ഭാർഗവറാം, മോളെ എന്ന് അഭിസംബോധന ചെയ്താണ് അഭിഭാഷകന് സംസാരിക്കണം എന്ന് ആവശ്യം അറിയിച്ച ശേഷം ഫോൺ ഈ ഇടനിലക്കാരനായ സന്യാസി ഈ പെൺകുട്ടി പറയുന്ന നെറേറ്റീവും അതാണ്. അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങളോട് പോലും ചോദിക്കാതെ ഈ പറയുന്ന ഗംഗേശാനന്ദ സഹായം നൽകുന്നു. അങ്ങനെ സഹായം നൽകി ഈ പെൺകുട്ടി അവരുടെ പിഞ്ചു പ്രായത്തിൽ അവളെ ലൈംഗികമായി ഉപയോഗിക്കുന്നു. അവസാനം മധ്യസ്ഥനായി ഇടനിലക്കാരനായി വന്ന സന്യാസിയും ഈ പറയുന്ന തെറ്റായിട്ടുള്ള ഒരു നിയമപ്രവർത്തനത്തിൽ ഈ പെൺകുട്ടിയെ മൊഴിമാറ്റിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദുരൂഹമായിട്ടുള്ള ഇടപെടലിൽ വിളിക്കുന്നതും മോളെ എന്നാണ്. സന്യാസി സമൂഹത്തെ ആകെ ലജ്ജയുണ്ടാക്കിയ കാര്യങ്ങളാണെങ്കിൽ അതിനേക്കാൾ ലജ്ജാകരമായ കാര്യമാണ് ഈ കേസ് അട്ടിമറിക്കാനുള്ള പ്രവർത്തനം എന്ന് നിങ്ങൾ കാണുകയും യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊന്നും ഇതിൽ പങ്കാളിത്തമില്ലെങ്കിൽ ആരാണോ ഈ ഇടനില നിന്നത്, ആരാണോ ഈ ഏജന്റ് പണിയെടുക്കുന്നത്, അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഈ പറയുന്ന പ്രവർത്തനത്തിന് ഇവിടെ വിഘാതമുണ്ടാക്കുകയും ചെയ്യണ്ടേ? തീർച്ചയായിട്ടും നികേഷ്, ഈ ഒരു ടാപ്പ് കൊണ്ട് മാത്രം, ഈ ഒരു ശബ്ദം കൊണ്ട് മാത്രം അത് ആരാണെന്ന് വ്യക്തമാകാനെന്നും അതുപോലെ തന്നെ അല്ലല്ല ഈ ഒരു ശബ്ദം കേട്ടുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല. അജിത് കുമാറിനോട് ഇപ്പോൾ വിളിച്ചു ചോദിക്കാവുന്നതേ ഉള്ളൂ. തിരുവനന്തപുരത്തെ പ്രശസ്ത ക്രിമിനൽ അഭിഭാഷകനാണ് ശാസ്തമംഗലം അജിത് കുമാർ. ശാസ്തമംഗലം അജിത് കുമാറിനോട് ചോദിക്കുക, ഏതാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സന്യാസി ഇൻവേർട്ടഡ് കോട്ടില് സന്യാസി ആരാണെന്ന് ചോദിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അല്ല അത് ചോദിക്കണ്ട. ഈ അങ്ങനെയാണ് എങ്കിൽ കൃത്യമായിട്ട് നികേഷിക്ക് തന്നെ ശാസ്ത്രമംഗലം അജിത് കുമാറിനോട് സംസാരിച്ചപ്പോൾ ഈ സന്യാസി ആരാണ് ചോദിക്കാമായിരുന്നു. ഞാൻ ചോദിച്ചു പറയേണ്ട കാര്യമില്ല. എന്റെ ഉത്തരവാദിത്തമല്ല സന്യാസിമാരെ രക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരികയോ എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്കൊരു വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണിത്. വീണ്ടും നാണക്കേടുണ്ടാക്കാൻ വേറൊരു ഇടനിലക്കാരൻ സന്യാസി ഉണ്ടായിരിക്കുന്നു. ആ ആളെ പിടിച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം ഞങ്ങൾ എല്ലാവരും ഒരുപോലെയല്ല, ഞങ്ങളിൽ ചില ഇപ്പോൾ മാധ്യമ പ്രവർത്തകരിൽ കേടുപാടുകൾ ഉള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾ പറയാറുണ്ട്, എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉള്ളവരെ പോലെ ഞങ്ങളിൽ ഇടയിലും ഉണ്ടാവും. ഞാൻ അടക്കമുള്ളവരിൽ ചിലപ്പോൾ ചില കുഴപ്പങ്ങളുണ്ടാവും. ആ കുഴപ്പങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് എപ്പോഴും പറഞ്ഞ് ഞങ്ങൾ തടിതപ്പാറുള്ളത്. എന്നതുപോലെ നിങ്ങളും ആ നിലയിൽ തടിതപ്പാൻ, നിങ്ങൾക്ക് തടിതപ്പണമെങ്കിൽ ആ നിലയിലുള്ള ആർഗ്യുമെന്റ്സ് വേണം. ഇത് തടിതപ്പുന്ന യാതൊരു ഏർപ്പാടുമല്ല. ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടത് ആരാണ് സംസാരിച്ചതെന്ന് എനിക്ക് നിശ്ചയമില്ല. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്.
അപ്പൊ എനിക്ക് പോയിട്ട് അന്വേഷിക്കേണ്ട സാഹചര്യം ഈ വിഷയത്തിലില്ല. ഞങ്ങൾ ആരും ഉത്തരവാദിത്വത്തോടുകൂടെ കൃത്യമായിട്ട് പറയുന്നു, സംഘപരിവാറിന്റെ ആൾക്കാർ, ഹിന്ദു ഐക്യവേദിയുടെ ആൾക്കാർ ഈ വിഷയത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഈ വിഷയത്തിൽ ആരെയും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലോ ചെയ്തിട്ടില്ല. ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ നിരവധി ദുർമുഖങ്ങൾ, ശ്രീമാൻ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മറ്റേ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ പറഞ്ഞ നിരവധി ദുർമുഖങ്ങൾ ഈ വിഷയത്തിലുണ്ട്. നിങ്ങളൊക്കെ ഈ അയ്യപ്പദാസിനെ കാണാമായിട്ട് നിർത്തിക്കൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. പോലീസിനെതിരെ ഉന്നയിക്കപ്പെട്ട മൊഴികളെ കുറിച്ച് നിങ്ങൾ ഒന്നും പരാമർശിക്കുന്നില്ല. പോലീസിനെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പോലീസ് കണ്ണൂർ ചെയ്ത കാര്യത്തെക്കുറിച്ച്, നിങ്ങൾ തലശ്ശേരിയിൽ ചെയ്ത കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസമല്ലേ വന്നത്? മർദ്ദിച്ചുകൊണ്ട് മൊഴി എടുത്തു വെച്ചിട്ട് അത് പരസ്യപ്പെടുത്തിയിട്ട് കോടതിയെ സമ്മർദ്ദപ്പെടുത്താൻ പെൺകുട്ടി ഈ നിലയിൽ മൊഴി മാറ്റിയ പിന്നെ പോലീസിന്റെ എഫ്ഐആറിനൊന്നും വിലയില്ല. പെൺകുട്ടി എന്താണ് ഇനി പറയാൻ പോകുന്നത്? എന്താണ് പെൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുക? അല്ല, പെൺകുട്ടി ഇപ്പോൾ പോലീസിന് കൊടുത്ത വെർഷൻ, ഞാനിപ്പോൾ സംശയിക്കുന്ന ഒരു കാര്യം, പെൺകുട്ടി പോലീസിന് കൊടുത്ത മൊഴിയിൽ പോലീസ് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്, പെൺകുട്ടിക്ക് പോലീസിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ ഇതുപോലെയുള്ള സ്വാധീനങ്ങൾക്ക് പെൺകുട്ടി വഴങ്ങിയോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം പോലീസിന് കൊടുത്ത മൊഴിയാണ് കോടതിയുടെ മുമ്പിലുള്ളത്. അതാണ് കേസ് ഡയറിയും പ്രോസിക്യൂഷൻ്റെ കേസും. ഇനി കേസ് നടത്തുന്ന സമയത്ത് ട്രയൽ വരുമ്പോൾ പെൺകുട്ടി പോലീസിന് കൊടുത്ത മൊഴിയെല്ലാം മാറ്റി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ ക്ലിപ്പിലുള്ളതുപോലെയും കത്തിലുള്ളതുപോലെയും ഒക്കെയാണ് പറയുന്നതെങ്കിൽ ഈ കൂറുമാറിയതിന് പെൺകുട്ടിക്കെതിരെ കേസെടുക്കണം പോലീസ്. അപ്പോഴും കുറ്റകൃത്യങ്ങളിൽ പെൺകുട്ടി രണ്ട് രീതിയിൽ. പെൺകുട്ടി പറയുന്നത് ഞാൻ മലയാളം എനിക്ക് എഴുതിയത് കണ്ടാൽ വായിക്കാൻ അറിയില്ല, അതുകൊണ്ട് പോലീസ് എഴുതിയതൊന്നും ഞാൻ കണ്ടിട്ടില്ല, എന്റെ മൊഴിയല്ല അത് എന്നൊക്കെയാണ്. ഇല്ല, അത് വിശ്വാസയോഗ്യമല്ല. കാരണം കടലാസ് വിലയിൽ അല്ല എഫ്ഐആറിന്റെ അടിയിലും സ്റ്റേറ്റ്മെന്റിന്റെ അടിയിലും മൊഴി വായിച്ചു കേട്ട് ശരി എന്ന ഒരു വാക്കുകൂടെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പോലും പെൺകുട്ടിക്ക് ഇത് കോടതിയിൽ ഡിസോൺ ചെയ്യാം. ആരും ഡിസോൺ ചെയ്യാറുണ്ട്. എഫ്ഐആർ എഴുതിയാലും എഫ്ഐആർ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ആരുടെ മൊഴിയാണെങ്കിലും കോടതിയിൽ സാക്ഷികളെ വിസ്തരിക്കുമ്പോൾ ഡിസോൺ ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ ഹോസ്റ്റലായിട്ട് ക്രോസ് എക്സാമിൻ ചെയ്യും. ഇപ്പോൾ മൊഴി മാറ്റി ഇപ്പോഴുണ്ടായ ഈ പ്രശ്നങ്ങളിൽ പെൺകുട്ടി വീണ്ടും മൊഴി മാറ്റി തന്നെയാണ് കോടതിയുടെ മുമ്പിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെൺകുട്ടി കോടതിയിൽ ഹാജരായിട്ട് ഞാൻ ഇതല്ല പോലീസിന് കൊടുത്ത മൊഴി, പോലീസ് എൻ്റെ മൊഴി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ ഒരു കേസ് കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് പെൺകുട്ടി കൂറുമാറ്റം നടത്തിയതിന് പെൺകുട്ടിക്കെതിരെ കേസെടുക്കാം. അപ്പോഴും പെൺകുട്ടി രണ്ട് കേസിൽ പെടുകയാണ്. ഒന്ന് അവയവം മുറിച്ചതിൻ്റെ കേസ്, രണ്ട് മൊഴി മാറ്റിയതിൻ്റെ കേസ്. ഇങ്ങനെയെല്ലാം വരുമ്പോഴും സംഭവിക്കുന്നത് ഇര എന്ന് പറഞ്ഞ് നാം എല്ലാം ഓമനപ്പേരിട്ട് വിളിക്കുന്ന ലൈംഗിക അതിക്രമത്തിന് വിധേയയായ പെൺകുട്ടി വീണ്ടും വീണ്ടും ഇരയാക്കപ്പെടുകയും അവളുടെ ജീവിതം ദുർഗതിയിലാവുകയും അവളുടെ കുടുംബം ദുഃഖം സഹിക്കുകയും സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ഇങ്ങനെ വരുമ്പോൾ കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഏറ്റവും വലിയ ദുർഗതി. ശ്രീ ഫക്രുദ്ദീൻ, താങ്കളോടാണ് എൻ്റെ ചോദ്യം. എത്ര വേർഷനാണെന്ന് നോക്കൂ. അമ്മ പറയുന്നു ഈ പെൺകുട്ടിക്ക് മാനസികമായിട്ടുള്ള അസുഖമുണ്ട് എന്ന്. ഈ പെൺകുട്ടി ആദ്യം പറഞ്ഞ കഥയിൽ നിന്ന് വേറൊരു കഥ രൂപപ്പെടുത്തുന്നു. ഇപ്പോൾ അയ്യപ്പദാസിലൂടെ പുതിയ ചില ഡയമെൻഷൻസ് ഉണ്ട് എന്നുള്ള സംശയം വരുന്നു. ശ്രീ ഫക്രുദ്ദീൻ, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കാരായി വിഷയത്തിൽ ഫസൽ വധക്കേസിൽ പുതിയ തെളിവുകൾ പരിശോധിക്കുന്നതിന് മുമ്പ് കോടതി ഇക്കാര്യത്തിൽ വിധി പറയുന്നത് ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പുതിയ കുറേ ഡയമെൻഷൻസ് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടിയുടെ അമ്മ പറയുന്നു പെൺകുട്ടിക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥ്യമുണ്ട് എന്ന്. രണ്ട് കഥകൾ പെൺകുട്ടി തന്നെ പറയുന്നു. അയ്യപ്പദാസിൻ്റെ റോള്, സ്വാമിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചിലരുമായിട്ടുള്ള മുൻവിരോധം, അവരുടെ അക്കാര്യത്തിലുള്ള പങ്കാളിത്തം. കേസിന് ആഴം കൂടുകയാണ്. ആ ആഴത്തിനനുസരിച്ച് പോലീസ് വലിയ തോതിൽ മുങ്ങിത്തപ്പേണ്ടി വരും ഈ കേസ് തെളിയിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഉദ്ദേശമെങ്കിൽ. ഇപ്പോൾ അതും കൂടെ കൂട്ടിച്ചേർത്തോട്ടെ. ഇപ്പോൾ ഒരു സന്യാസി ഇടപെടുന്നു, പ്രതിഭാഗം വക്കീല് പരാതിക്കാരിയോട് സംസാരിക്കുന്നു. കേട്ടുകഴിവില്ലാത്ത കാര്യമാണത്. അവിടെയാണ് നികേഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കേസിലെല്ലാം ആത്യന്തികമായിട്ട് സത്യം ജനങ്ങൾ അറിയുന്നത്, സത്യം കൃത്യമായി കണ്ടെത്തുന്നത് ഞാനോ നികേഷോ അല്ല, നമ്മളല്ല കണ്ടെത്തുന്നത്, കോടതിയാണ്. അത് ഞാൻ ഐസ്ക്രീം കാറിലെ കേസും ഈ കേസും തമ്മിലുള്ള അതിന്റെ ന്യൂആൻസസിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാതെ അല്ല പറഞ്ഞത്. ഈ കേസാണെങ്കിലും ആ കേസാണെങ്കിലും ഫൈനലി കോടതിയാണ് സ്വാധീനിക്കപ്പെടുന്നത്. ഏത് വേർഷനായാലും കോടതിയെ സ്വാധീനിക്കുക, അല്ലെ കോടതിയുടെ വിധിയെ സ്വാധീനിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വ്യത്യസ്തമായ വേർഷൻ സാറാണെങ്കിലും മുന്നോട്ട് വെക്കുന്നത്. ആ കുട്ടിയാണെങ്കിലും ഈ സ്വാമിയാണെങ്കിലും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ കേസുകളും അട്ടിമറിക്കപ്പെടുന്നത് പോലീസ് സ്റ്റേഷനും കോടതിക്ക് ഇടയിലുള്ള വഴിയിൽ വെച്ചാണ്. ഇതാണ് ആത്യന്തികമായി നമ്മൾ ഇവിടെ റേറ്റ് ഓഫ് കൺവിക്ഷൻ എത്ര കുറവാണ്. അതുകൊണ്ടാണ് ഇത്തരം കേസുകൾ ആത്യന്തികമായി അധികരിക്കുന്നത്.
അപ്പോൾ ഇതിന്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കേസും ഇന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ കുട്ടിയെ നാളെ നികേഷ് എന്നെ ചൂണ്ടിക്കാണിച്ച പോലെ മാനസിക രോഗിയായി ചിത്രീകരിക്കാം. അതിന്റെ സാഹചര്യം ഇപ്പൊ ഈ വെളിപ്പെടുത്തലുള്ള അല്ലെങ്കിൽ ഈ ഫോൺ കോളിലൂടെ ഇങ്ങനെ പല വേർഷൻസ് ഉണ്ടാക്കുന്നത് ഇതിന്റെ നിയമപാതയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ വേണ്ടിയാണ്, കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി വലിയ തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് എന്ന് ഉറപ്പാണ്. ഒന്ന്, റേറ്റ് ഓഫ് ഫോൾസ് കേസസ്, ഇതുപോലത്തെ വ്യാജ കേസുകൾ, ഇതുപോലത്തെ എല്ലാ വ്യാജ കേസുകളുടെ എണ്ണം കൂടുന്നുണ്ട്. രണ്ട്, ആ പെൺകുട്ടിക്ക് ഏതെങ്കിലും ഭാഗത്ത് നീതി നിഷേധിക്കണമെങ്കിൽ കിട്ടുക തന്നെ വേണം. ഗംഗേശാനന്ദ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, പാടില്ലായിരുന്നു. പക്ഷേ വൺ സൈഡഡ് നെറേറ്റീവ് ആണ്. ഇതിന്റെ പിന്നിൽ വേറെ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നുകൂടി അന്വേഷിക്കണം. വളരെ നന്ദി ശ്രീ ഫക്രുദ്ദീൻ, ഒപ്പം തന്നെ ലാലി വിൻസെന്റ്, രാഹുൽ ഈശ്വർ, ധന്യരാമൻ, സ്വാമി ഭാർഗവ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് നൈറ്റ് ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയം